കൂടെ അഭിനയിച്ച ആൾക്കാരും ആ ഒരു കാസ്റ്റും ഇൻ ദ സെറ്റ് എക്സ്പീരിയൻസസും എങ്ങനെയായിരുന്നു? ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അരുൺലാൽ രാമചന്ദ്രനാണ്. ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അനീഷ് ലാലാണ്. ഇതിൽ ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ചാക്കോച്ചൻ, ഇന്ദ്രൻ, വിജയരാഘവൻ ചേട്ടൻ, ഞങ്ങൾ കുട്ടേട്ടൻ എന്ന് വിളിക്കും വിജയരാഘവൻ ചേട്ടൻ, പിന്നെ ഡോക്ടർ റോണി ഉണ്ട്, സന്തോഷ്, സനൂഷ, മിഥുൻ, അങ്ങനെ കുറേ പേരുണ്ട് ഇതിൽ അഭിനയിച്ച. ഓക്കെ, അതിനകത്ത് മഞ്ജു ഇത്ര നാൾ അഭിനയിച്ചതിൽ ഏത് ക്യാരക്ടറാണ് മഞ്ജുവിന് റിയൽ ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത്? ടു യുവർ ക്യാരക്ടർ? അങ്ങനെയല്ല, എല്ലാം ക്യാരക്ടേഴ്സ് ആണല്ലോ, എല്ലാം കഥകളും കഥാപാത്രങ്ങളുമാണ്. ഞാൻ ഒന്നും റിലേറ്റ് ചെയ്യാറില്ല എന്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചെന്ന് പറഞ്ഞ ഒരു റിലേറ്റ് ചെയ്യാറില്ല. ഇല്ല. മഞ്ജു ഇപ്പോൾ ആഫ്റ്റർ യുവർ കം ബാക്ക് എന്ന് പറയുന്നത് മോസ്റ്റ് ആക്ട്രസ് സ്ട്രഗിൾ ടു മേക്ക് എ കം ബാക്ക്. അതായത് ഒരു ഹിറ്റ് മൂവി, ആദ്യത്തെ കം ബാക്ക് മൂവി ഹിറ്റ് ആവണം എന്നുള്ളത് ഒരു ആവശ്യമാണ് മിക്കപ്പോഴും. അങ്ങനെ ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്തായിരുന്നു വെൻ യു കെയിം ബാക്ക് അറ്റ് ഫസ്റ്റ്? ഇല്ല, ഞാൻ അതൊന്നും ഒന്ന് സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല, അതൊക്കെ സംഭവിച്ചു. അപ്പോൾ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ബീൻ ലൈക്ക് 15 years ഓഫ് എ ഗ്യാപ്പ് അല്ലേ? അപ്പോൾ വ്യത്യാസം തോന്നിയ ഒരു ഡിഫറൻസ് ഫ്രം വെൻ യു വെർ ഹിയർ ആൻഡ് ദെൻ ഇപ്പോൾ വരുമ്പോൾ? ഇല്ല, അങ്ങനെ ടെക്നിക്കൽ സൈഡുള്ള വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളായിരിക്കും, അതെനിക്ക് അറിയില്ല. അല്ലാതെ വർക്കിംഗ് ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷവും എല്ലാം എനിക്ക് പഴയ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി ഒരു കം ബാക്ക് ചെയ്യാന്ന് പറയുന്നത് ലൈക്ക് ഐ സെഡ് എളുപ്പമല്ല. ബട്ട് വാട്ട് വർ യുവർ പ്രിപ്പറേഷൻസ്? അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു ഫോർ യുവർ സെൽഫ് ദാറ്റ് യു വാണ്ടഡ് ടു? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഡാൻസ് ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്, വാട്ട് ഡസ് ഡാൻസ് മീൻ ടു യു ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ ഡാൻസ് എന്താ മീൻ ചെയ്യണമെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. ഞാൻ കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നിർത്തി, പിന്നെ വീണ്ടും ഒരു 10-14 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മ്യൂസിക് ഓഫ് ദ മൂവി ഷാൻ റഹ്മാന്റെ ഹൗ ഡു യു ആദ്യം കേട്ടപ്പോൾ എന്ത് തോന്നി? ഇതിലെ പാട്ടുകൾ പ്രധാനപ്പെട്ട 2 പാട്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ടും 2 തരത്തിലുള്ള പാട്ടുകളാണ്. 2 പാട്ടുകളും 2 തരത്തിലുള്ള ആളുകളാണ് 2 പാട്ടുകളും ഇഷ്ടപ്പെടും. ഒരു പാട്ട് ഭയങ്കര മെലഡി, ഭയങ്കര സ്ലോ, ഒരു വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ടും, മറ്റു പാട്ട് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്, ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബീറ്റ്സ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ചിലർക്ക് ഈ ഭയങ്കര നല്ല ബീറ്റുള്ള പാട്ടാണ് ഭയങ്കര ഇഷ്ടം, ചിലർക്ക് മറ്റേ മെലഡിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് തന്നെ ഷാൻ റഹ്മാനിൻ്റെ ഏറ്റവും 2 തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് അതിൽ കാണുന്നത്. പിന്നൊരു വേറെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ജോൺസൺ മാഷിൻ്റെ മകൾ അവസാനമായിട്ട് ലിറിക്സ് എഴുതിയ പാട്ട് വേട്ടയിലാണ്. അപ്പോൾ വേദനയുള്ള ഓർമ്മകളും വേട്ടയ്ക്കുണ്ട് ഈ സിനിമയുടെ കാര്യത്തിൽ. മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് മഞ്ജുവിന് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ മ്യൂസിക് എന്ന് പറയുന്നത്?
കേൾക്കാൻ എല്ലാം എല്ലാം പഴയ പാട്ടുകളൊക്കെയാണ് ഹൈ ബീറ്റും എന്താ എല്ലാം മെലഡി എന്ന് ഇഷ്ടമാണ്. പറയുമ്പോൾ ആണോ പഴയ പാട്ടുകളൊക്കെയാണ് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? ഏതാണ്, ആരുടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു? അങ്ങനെയല്ല, ഏത് പാട്ട് നമുക്ക് ഓരോ പാട്ട് ഓരോ തരത്തിലുള്ള പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് ഓ ഇതെന്ത് രസമാണ്, അപ്പോൾ വേറൊരു തരത്തിലുള്ള വേറൊരാളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതും എന്ത് നല്ല പാട്ടുകളാണ്. ഓക്കെ. എല്ലാം കൊണ്ടും നമ്മളല്ലേ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നല്ല പാട്ട് കേട്ട് ആസ്വദിക്കാൻ. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ് മഞ്ജു? ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നത് കരിങ്കുന്നം സിക്സസ് എന്ന് പറഞ്ഞ ദീപു കരുണാകരൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. വെൽ, ഓൾ ദി ബെസ്റ്റ് വരുന്ന എല്ലാ പ്രോജക്ട്സിനും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു സ്റ്റാർജം. ഇറ്റ് വാസ് നൈസ് ഹാവിങ് യു ഹിയർ. താങ്ക് യു. വേട്ട എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരേ സമയം സന്തോഷവും വേദനയും തരുന്ന ഒരു ഓർമ്മയാണ്. നമുക്ക് അറിയാം, അതിൻ്റെ സംവിധായകൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാജേഷ് പിള്ള. സിനിമ തിയേറ്ററിൽ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് സിനിമ തിയേറ്ററിൽ ഓടുന്നത് കാണാൻ രാജേഷ് നിന്നില്ല. അപ്പോൾ എല്ലാവരും രാജേഷിൻ്റെ കുടുംബത്തിന് വേണ്ടിയും രാജേഷിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. താങ്ക് യു.